മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് വ്യൂ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെറുതെ അവിടെ നിന്ന് 1-2 ഫോട്ടോസിനും വീഡിയോസിനൊക്കെ വേണ്ടി പോസ് ചെയ്തത്. കാര്യമായിട്ട് അത്ര നല്ല ഫോട്ടോസൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് മാളിലേക്ക് പോവാം. പോക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എനിക്കിവിടെ കാര്യമായിട്ട് എന്തോ പർച്ചേസിങ് ഒക്കെ ഉണ്ടെന്ന്. വെറുതെ കയറുന്നതാട്ടോ. ഉദ്ദേശം 1-2 ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക, പിന്നെ ചെറുതായിട്ട് അൽക്കുലത്ത് പർച്ചേസിങ്ങും. അതൊന്നും സെറ്റാവുമെന്നറിയില്ല. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പം എൻ്റെ മനസ്സിലേക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ മക്തൂബ് എന്ന് പറഞ്ഞൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? മക്തൂബ് എന്ന് പറഞ്ഞാൽ തലയിലെഴുത്ത് എന്നാണ്. പണ്ട് ഞാൻ നാട്ടിലുണ്ടാകുന്ന സമയത്ത് എൻ്റെ സിസ്റ്റർ എന്നോട് എപ്പോഴും പറയായിരുന്നു, നമുക്ക് പുറത്തോട്ട് എവിടെയെങ്കിലും പോയി സെറ്റിലാവണം, നമുക്ക് അവിടെയൊക്കെ പോയി ജോലി ചെയ്താൽ മതി, നാട്ടിൽ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ ഉദ്ദേശിച്ചത് നമ്മളിപ്പോൾ ജോലി ബേസ് നാട്ടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്ക് അത്ര ഏണിങ്സ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പുറത്ത് എവിടെയെങ്കിലും പോയി ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തീരും, നമുക്കിതൊന്ന് സെറ്റിലാവാനൊക്കെ പറ്റുമെന്നൊക്കെ അവൾ പറയാറുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാൻ അവളോട് തിരിച്ചു പറയും, എനിക്ക് നാട്ടിൽ തന്നെ നിന്നാൽ മതി, എനിക്ക് പുറത്ത് പോകാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഇറങ്ങിത്തിരിഞ്ഞ് ഞാനെങ്ങനെ ദുബായിലേക്ക് എത്തി. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. മക്തൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പടച്ചോ നമ്മുടെ തലയിലേക്ക് എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യം എത്ര കാലം കഴിഞ്ഞാലും ഇനി നമുക്കത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിലും കറങ്ങി തിരിഞ്ഞ് എങ്ങനെയെങ്കിലും സമയമാകുമ്പോൾ എന്ത് ചെയ്തും അത് നമ്മുടെ തലയിലോട്ടേക്ക് വന്നെത്തും. അതാണ് തലയിലെഴുത്ത് എന്ന് പറയുന്നത്. കഥ എവിടെ നിൽക്കട്ടെ, നമുക്ക് ബാക്കി യാത്രയിലേക്ക് തന്നെ തിരിച്ചു പോയാലോ? ഞാനിപ്പോൾ അബ്രയിക്കൂടെ ബർദുബായിലേക്ക് പോവാം. ഞാനിവിടെ ദുബായിൽ വന്നിട്ട് ആദ്യമായിട്ട് കറങ്ങാൻ പോയൊരു സ്ഥലമാണ് ബർദുബായ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം എപ്പം കാണുമ്പോഴും എനിക്ക് വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. അതായത് വല്ലാത്തൊരു സന്തോഷം തരുന്നൊരു ഫീലാണ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ദുബായിൽ വന്ന സമയത്ത് ആ റൂമിൽ 2 ചേച്ചിമാരായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു ചേച്ചി, ഇവിടെ ഒരു അമ്പലമുണ്ട്, ഇവിടുത്തെ ദുബായിലെ ഏക അമ്പലമാണ് ഇവിടെ ബർദുബായിലുള്ളത്. അപ്പോൾ അമ്പലത്തിലേക്ക് പോകാൻ അവർ അന്ന് രാത്രി റെഡിയായി നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വന്നത് കാരണം എന്നെയും കൂടെ കൂട്ടി. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് അബ്ര വഴി ബർദുബായിലേക്ക് പോവാം, അവിടുത്തെ വ്യൂ ഒക്കെ കാണാൻ നല്ല രസമായിരുന്നു. ഞാനന്ന് നൈറ്റിനാണ് വന്നത്, അതുകൊണ്ട് തന്നെ നല്ല വ്യൂ ആയിരുന്നു. പിന്നെ ആദ്യമായിട്ട് ദുബായ് കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും അന്നുണ്ടായിരുന്നു. ഇതിപ്പം ഞാൻ പോകുന്നത് നട്ടുച്ചക്കാട്ടോ. ദുബായ് നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുകളിൽ ഒന്നാണ് ടൂറിസം. വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അവരിവിടെ കൊണ്ടുവയ്ക്കുന്ന പല സാധനങ്ങളാണ് കേട്ടോ. ഇതാണ് മുത്തുച്ചിപ്പി. നിങ്ങൾക്ക് മുത്തുച്ചിപ്പി അറിയുന്ന ആൾക്കാരുണ്ടാവും, പക്ഷേ ഇതൊക്കെ നമ്മൾ ഒറിജിനൽ ആയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ കാണുമ്പോൾ വല്ലാത്തൊരു കൗതുകമാണ്. അതുകൊണ്ട് എടുത്ത് കാണിച്ചു തന്നതാ. അതുപോലെ തന്നെ ഇപ്പം എൻ്റെ കയ്യിൽ പിടിച്ച സ്റ്റോണ് കണ്ടോ, അതിനകത്തൊരു കോക്രോച്ച് ഉണ്ട്. അത് മരിച്ചൊരു കോക്രോച്ചാണ്. അതിനെങ്ങനെ ഇതിനകത്തോട്ട് കൊണ്ടിട്ടോ എന്നറിയില്ല. അത് ആർട്ടിഫിഷ്യലായിട്ട് ഇവർ ഉണ്ടാക്കിയെടുത്തതാണോ അതല്ല ഒറിജിനൽ ആണോ എന്നൊന്നും അറിയില്ല. പല ഷേപ്പിലും അതേപോലെ തന്നെ പല നിറത്തിലും പല ഷേപ്പിലുള്ള പല സാധനങ്ങൾ ഇവിടെ ഉണ്ട്. മെയിനായിട്ട് ഇവിടെ സ്റ്റോൺസുകളാണ്. പിന്നെ അതേപോലെ നമുക്ക് ലേഡീസിന് വെയർ ചെയ്യാൻ പറ്റുന്ന ബാംഗിൾസ്, ഇയറിങ്സ്, നെക്ലേസ്, റിങ്സ്, അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ശരിക്കും നമുക്ക് ഈ ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ പുറത്തോട്ടേക്ക് ഇറങ്ങാൻ തോന്നില്ല, അത്രമാത്രം കളക്ഷൻസാണ് ഇവിടെ ഉള്ളത്. സാധനങ്ങളുടേതായാലും പ്രത്യേകിച്ച് ഇവരിവിടെ ഈ ബർദുബായിലുള്ള മിക്ക കടകളും വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ തരത്തിലുള്ള രീതിയിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അവിടുത്തെ ഷോപ്പിൻ്റെ മാതൃകയായാലും അതുപോലെ തന്നെ അവർ സെയിൽ ചെയ്യാൻ വെക്കുന്ന സാധനങ്ങളായാലും അവിടെ വന്ന വിനോദസഞ്ചാരികൾ ആരായാലും അവിടുന്ന് എന്തെങ്കിലും സാധനം മേടിക്കാണ്ട് തിരിച്ചു പോകാൻ നമുക്ക് പറ്റത്തില്ല. കാരണം അവിടുത്തെ കാഴ്ചകൾ ശരിക്കും പറഞ്ഞാൽ നമ്മളവിടെ പിടിച്ചു നിർത്തി അവിടെ നിന്ന് അത് വാങ്ങിപ്പിച്ച് കൊണ്ടുപോകും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നാഗരികതയെ എങ്ങനെ ഇവർ ഉൾക്കൊള്ളുന്നു, അതുപോലെ തന്നെ പഴമയും അതുപോലെ തന്നെ പിടിച്ചു നിർത്തുന്നു എന്നുള്ളതാണ് ഈ ബർദുബായിയുടെ ഒരു പ്രത്യേകത. ദുബായ്ക്ക് ശരിക്കും പറഞ്ഞാൽ 2 മുഖങ്ങളാണ്. ഒന്നാമത്തെ മുഖം പുതുമയുടേതാണെങ്കിൽ രണ്ടാമത്തെ മുഖം പഴമയുടേതാണ്. ആ പഴമയാണെന്ന് തോന്നുന്നു ഒന്നുകൂടെ ദുബായ് നഗരത്തെ മനോഹരമാക്കുന്നത്. നമ്മൾ ഈ ദുബായ് ഫ്രെയിമിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ 2 കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത്. ഒരു സൈഡിൽ മൊത്തം പുതിയ ദുബായ്, അതായത് ന്യൂ ദുബായ്, അപ്പുറത്തെ സൈഡിൽ ഓൾഡ് ദുബായ്, അതായത് ബർദുബായ്. അവിടുന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ച ബർദുബായിലെ കാഴ്ചകളാണ് കേട്ടോ. ഇവിടുന്ന് കാണുന്നതിനേക്കാൾ ഒന്നുകൂടെ മനോഹരമാണ് ഈ കാഴ്ച. മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമ്പോൾ ആ ഫ്രെയിമിൻ്റെ ഉള്ളിൽ നിന്ന് നൈറ്റ് വ്യൂവിലൊക്കെ കാണാൻ പറ്റുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യൂ. ബർദുബായിലെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ കെട്ടിടങ്ങളുടെ മാതൃക. എല്ലാ കെട്ടിടങ്ങളും മിക്കതും ഒരേ ഷേപ്പിലും ഒരേ മാതൃകയിലും ഒരേ നിറത്തിലും ഉള്ളതാണ്. ഇവിടുത്തെ മനോഹരമായിട്ടുള്ള കുറച്ച് കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
बरसे हल्के हल्के